ഹലോ, ഇന്ന് നമ്മൾ 10 ഐറ്റം ചീര പറിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മളിന്ന് തോരനാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ 10 ഐറ്റം ചീര ഞാനിവിടെ കാണിച്ചു തരാം ഏതൊക്കെയാണെന്ന്. ആദ്യത്തേത് ഊളം തവര എന്നാണ് ഞങ്ങളുടെ നാട്ടിലെല്ലാം പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ട് ഞങ്ങൾ നട്ടിട്ടുള്ളതാണിത്. ഇതിനിവിടെ എന്ത് പേര് പറയുമെന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അടുത്തത് കോവൽ വള്ളിയാണ്. കോവൽ വള്ളി ഇത് വെറുതെ ഞങ്ങൾ ഇങ്ങനെ മതിലിൻ്റെ സൈഡിലിങ്ങനെ നട്ടിരുന്നതാണ്. അതിപ്പോൾ ചെറിയ ഇലയുള്ളതുകൊണ്ട് ഞങ്ങളത് തോരനാക്കാൻ വേണ്ടി എടുത്തതാണ്. അടുത്തതായിട്ട് അതും തകരച്ചപ്പ് തന്നെയാണ്. ഇവിടെ തകരച്ചപ്പ് എന്നാണ് പറയുന്നത്. ഇത് പലതരത്തിലുണ്ടല്ലോ, 2-3 ഐറ്റം എല്ലാം ഉണ്ട്. ഇത് ചതുരപ്പയറാണ്. ചതുരപ്പയർ ഇതിൻ്റെ ചെറിയ ഇളം ഇലകളാണ് നമ്മൾ എടുക്കാറുള്ളത് തോരൻ വയ്ക്കാൻ. അപ്പോഴത്തേക്ക് ഇത് നേരത്തെ ഇവിടെ ഞങ്ങൾ നട്ടിരുന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അതിൻ്റെ ആ സമയത്ത് ലേക്കയും മോളും കൂടെ വിളവെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇത് ഇളവങ്കായുടെ ഇലയാണ്. അത് തടിയങ്കായ എന്നാണ് ഞങ്ങളുടെ നാട്ടിലെല്ലാം പറയുന്നത്. ഇത് ചായ മനസ. ഇത് നല്ല ടേസ്റ്റാണ്. കുറച്ച് കറയെല്ലാം കാണും ഇതിൽ, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. മരച്ചീനിയുടെ ഇല പോലെ തോന്നും നമുക്ക് കാണുമ്പോൾ. പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് മത്തൻ ഇലയാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് പടർന്ന് കിടക്കുന്നതാണ്. അതിൽ കുറച്ച് പൂവും കായും ഒക്കെ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മധുരച്ചീര. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതൊരു തകരയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പേരെന്താണെന്നൊന്നും അറിയില്ല. തകരയായിരിക്കും. ഇതിനൊരു മഞ്ഞ പൂവെല്ലാം ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇത് പൊന്നാങ്കണ്ണി ചീരയാണ്. ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഞങ്ങളുടെ വീട്ടിൻ്റെ സൈഡിലെല്ലാം ഞങ്ങൾ ഒരുപാട് പടർത്തി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള കാന്താരിയാണ്. ഈ കാന്താരി വെച്ചിട്ട് വേണം നമുക്കിന്ന് തോരൻ റെഡിയാക്കാൻ. ഇത് നമുക്കിവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് പോവാം. പിന്നെ ഇത് അരിയുന്നതാണ് ഞാൻ. തോരൻ ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ച് അരിഞ്ഞിട്ട് ഇതാ കണ്ടില്ലേ. ഇത് തോരന് വേണ്ടിയിട്ടുള്ള കൂട്ടാണ്. തേങ്ങ, നമ്മൾ നേരത്തെ പൊട്ടിച്ചെടുത്ത കാന്താരി, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് അരച്ച് നമ്മൾ കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം, ഞാൻ വെറുതെ പറയുന്നതേ ഉള്ളൂ. കടുക് പൊട്ടിയ ശേഷം വറ്റൽമുളക് ഇടുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതും ഒന്ന് നല്ലോണം കടുകെല്ലാം പൊട്ടിയ ശേഷം നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. ഇല ഇട്ട് കൊടുത്ത് ഇല മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഒഴിച്ച് നമുക്കൊന്ന് കുറച്ചൊന്ന് ഇളക്കി മറിച്ചിട്ട ശേഷം നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിലോട്ടിട്ട് കൊടുക്കണം. ഇതൊന്ന് വെന്ത ശേഷം അടച്ച് വെച്ച് വേവിച്ച ശേഷം ഇട്ടാൽ മതി. ഉപ്പൊഴിച്ചിട്ട് വേവിച്ച് അടച്ച് വയ്ക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഉപ്പൊഴിച്ച ശേഷം. വേറെ വെള്ളമൊന്നും ഇതിലൊഴിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഇലകൾ, വെള്ളമുള്ള ഇലകൾ ചേർന്നിട്ടുള്ളതിൻ്റെ വെള്ളം അതിൽ നിന്ന് ഊറി വരും. ഇപ്പം ഏകദേശം വെന്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി ആ ഇലകളെല്ലാം അതിൻ്റെ മുകളിലേക്ക് മൂടി വെച്ച് ഒന്ന് വേവിക്കുക. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം.
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ സാധാരണ ചീര കഴിക്കുന്ന പോലെയല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.